കാട്ടിലൂടെയുള്ള എൻ്റെ മൂന്നാമത്തെ ട്രക്കാണ്. പക്ഷേ വന്ന വഴിയിൽ കൂടെ തന്നെ ട്രക്ക് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നല്ല രസമാട്ടോ. കാരണം നമ്മൾ മുന്നേ നോട്ട് ചെയ്ത് വെച്ച മരങ്ങൾ പൂത്തോ കായ്ച്ചോ ഡിഫറെൻറ്റ് ക്ലൈമറ്റിൽ കൂടി ആകുമ്പോൾ, ഇപ്പോൾ ഇത് ഓഗസ്റ്റ് 10-ാം തീയതി, നല്ല ഗ്രീനിഷാണ് കാട്. ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ അബണ്ടൻസ് ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു നല്ല ഫുഡൊക്കെ കഴിക്കൂലേ, ഇപ്പോൾ ഒരു ഫുഡിനോട് ക്രേവിങ്സ് ഉള്ള ഒരാൾ ഒരു നല്ല ഫുഡ്, ഒരു മീൻ പൊള്ളിച്ചത് മുന്നിൽ വരുമ്പോൾ ഇങ്ങനെ വരില്ലേ, ആ ഒരു ഫീലിംഗാണ് എൻ്റെ ഉള്ളിൽ. അതാണ് എൻ്റെ മുഖം. ഞാൻ കുളിച്ചിട്ട് പോലുമില്ല, പക്ഷേ എൻ്റെ മുഖം കണ്ടല്ലേ, ഫുൾ ഐ എം ബ്ലഷിങ്. ആണ് ആ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ. പിന്നെ സാധ്യതയുണ്ട് ഈ ട്രക്കിൽ, ചിമ്മിനി ട്രക്ക് സാധ്യത ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പോയ ഒരു സ്ഥലത്ത് കൂടെ സാധ്യതനെ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതും പിന്നെ സാധ്യത ഞാനും കൂടി ലോങ് ട്രക്കൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാറില്ല. ലാസ്റ്റ് നമ്മൾ ചെയ്തത് നേത്രാവതി ട്രക്കായിരുന്നു എൻ്റെ പിറന്നാളിന്. ഇതിപ്പോൾ പിറന്നാളിൻ്റെ ഒരു മാസം മുന്നേ വി ആർ ഡൂയിങ് ചിമ്മിനി ട്രക്ക്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. 3 ദിവസം കൂടിയുള്ളൂ നമ്മളുടെ മോസ്റ്റ് വെയ്റ്റഡ് യുനം ട്രക്കിന്. അതിൻ്റെ സന്തോഷം ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, നമ്മളുടെ ടീം ചിമ്മിനിക്കാട്ടിലൂടെ ട്രക്കിങ്ങിൻ്റെ നല്ല വഴുക്കലൊരു സ്ഥലമാണ്, ശ്രദ്ധിക്കണം. അടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നനയില്ല, വെള്ളത്തിൻ്റെ അടിയിൽ പോയി നമ്മൾ അടമ്പ ഗ്രൂപ്പിനകത്തുന്ന ഒരു സംഭവം മലപ്പുറമാണല്ലോ അത്. ഞാൻ പോയിട്ടില്ല. ഇംഗ്ലീഷ് പഠിക്ക് വരാണെങ്കിൽ പാസ്പോർട്ട് വേണമെന്ന് കേട്ടോ. എനിക്ക് അറിയില്ല. ഇതൊക്കെ തന്നെ പരിപാടി, അവർ ബൈക്ക് പോകില്ല. ഇപ്പോൾ നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റിലെത്തി. കണ്ടോ, ഫുൾ ഇരുട്ടാണ്. അടിപൊളി. ഇവിടെ കണ്ടു വലിയൊരു മരം വീണിട്ടുണ്ട്. കണ്ടോ ഈ മരത്തിൻ്റെ ഒരു വലുപ്പം, ഇറ്റ്സ് വെരി ബിഗ്. ആ കലച്ചേച്ചി ഇങ്ങോട്ട് വരുമോ? വെള്ളച്ചാട്ടത്തിനടുത്ത് എത്താനായി. ഇപ്പോൾ നമ്മൾ നല്ല ഡെൻസ് ഫോറസ്റ്റിലൂടെയാണ് പോകുന്നത്. ഇവിടെ തീരെ പുല്ലൊന്നുമില്ല. ഇവിടെ ഉള്ള മരങ്ങളുടെ വീണ് മുളച്ച
കുരുക്കൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, സ്ഥലത്ത് പുല്ലൊന്നുമില്ല. നമ്മൾ ഇതിന് മുന്നേ ഇട്ട ഞാൻ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് പുല്ലൊക്കെ കാണുമായിരുന്നു താഴെ. ഇപ്പോൾ ഡെൻസ് ഫോറസ്റ്റ് എത്തിക്കഴിയുമ്പോൾ, അതായത് എവർഗ്രീൻ ഫോറസ്റ്റ്, ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പുല്ലുണ്ടാവില്ല. മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വരെ ആകാശം മുട്ടി നിൽക്കുന്ന മരങ്ങൾ മാത്രമായിരിക്കും. അപ്പം കേരളത്തിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് വനമാണ്. ഒന്ന് അടിക്കാട്, പിന്നെ സെമി എവർഗ്രീൻ ഫോറസ്റ്റും, പിന്നെ മഴനിഴൽ പ്രദേശം അല്ലെങ്കിൽ മഴനിഴൽ കാട് എന്ന് പറയുന്ന ഒരു കാടുണ്ട്. അതാണ് ചിന്നാർ ഭാഗത്ത്, വാളയാർ അങ്ങോട്ടൊക്കെ ഉള്ളത്. ഇതാണ് കുന്തിരിക്കത്തിൻ്റെ മരം. എനിക്ക് വേണം കുന്തിരിക്കം. ഇത് മോട്ടയാക്കി വെച്ചാൽ എത്ര ദിവസം കൊണ്ടാണ് വരിക? കണ്ടോ കുന്തിരിക്കം, കണ്ടോ, കുറച്ചും കൂടി വേണം. അല്ല, ഇതിപ്പോ അതിന്റെ സീസൺ അല്ല, ആവശ്യമാകുമ്പോ വെട്ടി ഇതിന് കറ പോലെ വരും. കണ്ടോ, കത്തിയിട്ട് ഒരു കത്തി ഉണ്ടായിരുന്നല്ലോ ഏട്ടൻ്റെ അടുത്ത്. ആളുണ്ട്, അവിടെ വെട്ടി തരാൻ പറഞ്ഞാൽ. ഇപ്പൊ വെട്ടിയാല് പശയല്ലേ വരുള്ളൂ, സാധനം വരത്തില്ലല്ലോ. അല്ല, ഉള്ളത് വെട്ടിയെടുക്കാം. ആണല്ലേ, എന്നാ പിന്നെ പശ വരും. ഇതിപ്പോ വെട്ടിയിട്ട് അധികമായിട്ടില്ല, പശ വലിച്ചു എന്നാണ്. ടൂറിസ്റ്റുകൾ വരികയാണെങ്കിൽ എല്ലാവരും വെള്ളം കുടിച്ചോളൂ, ഷോർട്ട് ബ്രേക്ക്. കലച്ചേച്ചിയും ഗബ്രിയൽ സാറിന് ഏകദേശം 70 വയസ്സ് അങ്ങനെ ആവാനായിട്ടുണ്ട്. പിന്നെ ശാലിനി ചേച്ചിയും റിട്ടയർഡാണ്. എങ്ങനെയുണ്ട് ട്രക്ക്? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? കലച്ചേച്ചിയുടെ പിന്നെ 2ാമത്തെ ട്രക്കിംഗ് അല്ലേ ഈ വർഷത്തെ? അതെ, ഇനി അതെ അതെ പയ്യെ തിന്നാൽ പനയും തിന്ന. അവര് കൂട്ടായി ഇത്ര നേരം പിണക്കായിരുന്നു. രണ്ടുപേരും ഇങ്ങോട്ട് നോക്കിയേ. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. ആ, ഹരിയായിട്ട് എടുക്കുന്നു. അവിടെ വിളിക്കണ്ടേ? ഇത് മറുപടി പറയുന്നില്ല. അതെ അതെ, യെസ് യെസ് യെസ്, ഞാൻ വീഡിയോ എടുക്കുന്നതിനായിപ്പോയി. ലക്ഷ്യം എങ്ങോട്ട് നോക്ക്. ഫോൺ എവിടെ നിന്റെ? ഓക്കെ. ഫാമിലി ഖത്തറിൽ നിന്നും വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന ഫാമിലി. അപ്പോ ചേട്ടൻ എന്താ ഇങ്ങോട്ട് നോക്കാത്തെ? ചേട്ടൻ ഇങ്ങോട്ട് തിരിയൂ. നമ്മളുടെ വെള്ളച്ചാട്ടം.
വീഡിയോയിലാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. നിങ്ങൾ വന്നോളൂ. ചിറാപ്പൂഞ്ചി ഞാനെന്തിനാ പാടണ? പൊണ്ണാരങ്ങ ചൂരത്തല വാട്ടർഫോളിലെ ഒരു അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. നല്ല അടിപൊളി വാട്ടർഫോളാണ്. നല്ല അടിപൊളി കുളി, എല്ലാവരും കുളിച്ചു. എങ്ങനെയുണ്ട് ഈ വാട്ടർഫോൾ? എങ്ങനെയുണ്ട് വാട്ടർഫോൾ അപ്പോ? യെസ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മളുടെ അടുത്ത കുട്ടവഞ്ചി റൈഡിലേക്ക്. ഇതാണ് ചൂരത്തല വാട്ടർഫോൾ. കാർബൺ മൂവിയിലൊക്കെ ഉള്ള കം നല്ല വെള്ളമുണ്ട് കേട്ടോ റിസർവോയറിൽ. ഇത്രയും വെള്ളമുള്ള സമയം ഞാൻ വന്നിട്ടില്ലാന്ന് തോന്നുന്നു. നല്ല വെള്ളം. ഇല്ല, സാജിദ് ബാക്കില, സാജിദും ഹരിയേട്ടനും. റെഡി, 1 2 3. പാട്ട് പഠിക്കോ? സ്റ്റെപ്പ് ചേഞ്ച്. ഇനി ബാക്കിക്ക് പോ. കുട്ടി ക്യാമറയുടെ മുന്നിൽ കൂടെ നടക്കുകയും ചെയ്ത്. ആ ബാക്കിലേക്ക് പോ. വാണി, കെട്ടുള്ളവരെല്ലാം പോണതിന് പോ. നീ പിന്നെ കേടിക്കും. ഇത് വൈറലാവാൻ പോകുന്ന റീലാണ്. നീ പോവാ അങ്ങോട്ട്. ഇതെന്ത് ബിനു തിരിഞ്ഞിരിക്കുന്നേ? യെസ്. സിമ്പിൾ സ്റ്റെപ്പ് എന്നോട് പറ്റത്തില്ല. അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ, പിന്നെ ഇങ്ങനെ.
ആ നീളം വേണം. ഓക്കെ. ഓക്കെ കമോൺ. ടാങ് 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 ടാങ്. ബാഗ് ചവിട്ടി പിടിച്ച് നിക്ക് നിക്കിപ്പോ വരും. പോയാ എല്ലാവർക്കും തിമിരം നമ്മൾക്കും തിമിരം കനവുകൾ ആരുടച്ചതാണീ കനൽ തിമിഴുകൾ. ബൈ ബൈ. നമ്മൾ ഇനി എന്നു കാണും നമ്മൾ. പൂരിടണല്ലേ? നോക്കട്ടെ, അപ്പു ഇങ്ങോട്ട് നോക്ക്. യെസ്. ഗബ്രിയലച്ചൻ, അൽച്ചേച്ചി, അനിത്താണ് നമ്മളുടെ കുട്ടവഞ്ചി ഓടിക്കുന്നത്. ആ അതിന് ഓണത്തിനെ ചട്ടകം മാറ്റി. ചട്ടകം. അയ്യോ അപ്പോ നിങ്ങൾ വീഡിയോ എടുക്കും ഞങ്ങളാ. ഇല്ലില്ല പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നീന്താൻ പറ്റില്ലട്ടോ. വളരെ മുങ്ങി ചാത്തോളൂ. കറങ്ങി തലറങ്ങിയിരിക്കുക. കണ്ണടച്ചാൽ കണ്ണടച്ചാൽ കുഴപ്പമില്ല അല്ലേ? ബ്രേക്ക് ബ്രേക്ക്. Oh my God.